എന്നാലും എന്റെ കുഞ്ഞെ, അവൻ നിന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ വിധിയാണ് ടീച്ചർ. വിധിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാ മതിയോ? അവൻ നിന്നെ രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കുക, ഇതെവിടുത്തെ മര്യാദയാ? നമുക്ക് അവന്റെ പേരിൽ കേസ് കൊടുക്കണം. ഇന്ന് തന്നെ വക്കീലിനെ കാണണം. എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹവും വിശ്വാസവുമാണ് ആവശ്യം. അത് കേസ് കൊടുത്ത് സമ്പാദിക്കേണ്ടതല്ലോ ടീച്ചർ. അതും ശരിയാ. വരുന്നതെല്ലാം സഹിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇനി ചെയ്യാവുന്നത് ഒന്നേ ഉള്ളു ടീച്ചർ, ആത്മഹത്യ. സതി, അതൊരിക്കലും ഞാൻ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കും. സ്വന്തം മകളെ പോലെ കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടാ ഞാനിവിടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് വന്നത്. എന്നിട്ടിപ്പോ നിങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് പറയുന്നു അവൾ കല്യാണം കഴിച്ചെന്ന്, രജിസ്റ്റർ വിവാഹം കഴിച്ചെന്ന്, അവൾ ഗർഭിണിയാണെന്ന്. എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കിത് പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി? ചേട്ടന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളുടെ മകളെ ഞാൻ നോക്കിയില്ല എന്ന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഓ, നിങ്ങൾ നോക്കി, അതിന്റെ ഗുണം കൊണ്ടാണല്ലോ അവൾ ഗർഭിണിയായത്, ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ശേഖരപിള്ള ചേട്ടാ, അതൊക്കെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അതേക്കുറിച്ച് നീ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്കിത് പറയാം. ഇവളുടെ താഴെ 2 പെൺകുട്ടികളാവുള്ളത്. ഇവൾ കാണിച്ച തോന്നിവാസം അവരുടെ ഭാവി ഇവിടെ നശിപ്പിച്ചില്ലേ? നിന്നെ വളർത്തി പഠിപ്പിച്ചത് ഇരുന്നല്ലടി. നിനക്ക് ലജ്ജയില്ലേ ഞങ്ങളുടെ മുഖത്ത് നോക്കാൻ? ചെറുതാണെങ്കിലും ഈ കുടുംബത്തിന്റെ അന്തസ്സുണ്ടടി. അത് മറന്നിട്ടാണ് നീ കണ്ടവരുടെ കൂടെ പോയത്. എന്നിട്ട് കയറി വന്നിരിക്കുന്നു ഗർഭിണിയായിട്ട്. നിനക്ക് പലയിടത്തും പോയി തൂങ്ങി ചത്തുകൂടായിരുന്നോടി. മിണ്ടിപ്പോയി. അച്ഛൻ നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു തോന്നലുണ്ടായിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നോടി. ഇറങ്ങിപ്പോ. നിന്റെ കരച്ചിലൊന്നും കാണണ്ട. ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങി. അമ്മയെ അച്ഛനെ ആലോചിച്ചു വേണ്ടിയിരുന്നടി നിന്റെ വിവാഹം നടത്താൻ. നീ തന്നിഷ്ടത്തിന് ഒരുത്തന്റെ കൂടെ പോയി. ആ കുഞ്ഞിനെ പോറ്റാൻ ഇവിടെ ആരുമില്ലടി. അവന്റെ അടുത്ത് കൊണ്ടിയല്ലേ. ഇറങ്ങടി. നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ടോ? അവരുടെ കൂടെ നീ ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങടി. ഇറങ്ങാൻ. നിങ്ങൾ വേണ്ടി പോരുത്. ഇറങ്ങി പോയി ഇവിടുന്ന്. പോയി. നീ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനം. കതി, എഴുന്നേക്കുമോള്. ടീച്ചർ, എനിക്കാരുമില്ല ടീച്ചർ, ആരുമില്ല. നിനക്ക് ഞാനുണ്ട് മോളെ. നീ എന്റെ മോളാണ്. ടീച്ചർ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ അവിടെ വരുന്നില്ല ടീച്ചർ. അവിടെ എന്നെ എല്ലാവർക്കും പരിചയമില്ലേ. ഞാൻ അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? നീ എന്റെ കൂടെ വരും. നമുക്കധികം നാൾ അവിടെ താമസിക്കണ്ട. സ്ഥലം മാറ്റം വാങ്ങി മറ്റെങ്ങോട്ടെങ്കിലും പോകാം. വരൂ.